നിനക്ക് എന്നും എന്തൊരു സ്പെഷ്യലാ, എടുക്കടാ. എന്താന്ന് അറിയണല്ലോ. പോഷകാഹാരാണല്ലേ. നമുക്ക് ഇതങ്ങ് നശിപ്പിച്ചാൽ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കരുത്, തിന്നാ പോരെ. ഭക്ഷണം കണ്ടില്ലേ അവൾ അമ്മയോട് പറയത്തില്ലേ? പൂച്ച തിന്നാണെന്ന് പറയാം. ഭീമേട്ടനോടുള്ളപ്പോ പൂച്ച ആരും സംശയിക്കത്തില്ല. സംശയിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇന്നിത് അവള് തിന്നണ്ട. മതി മതി, കുറച്ച് ബാക്കി വെച്ചേക്കാം. നിർത്ത്. മതി മതി, വിട്ടോ വിട്ടോ. നമ്മളോട് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും അവള് മനസ്സിലാക്കട്ടെ. പൊക്കോ പൊക്കോ. എന്താ ഏട്ടാ ഇത്? എനിക്ക് പിന്നെ വാശി കൂടിയൂല. തീർത്തോ? വാ ഏട്ടാ. അത്ര പട്ടിണി കിടക്കട്ടെ. അവളുടെ ഒരു വിശന്ന് വലഞ്ഞ് അവൾ എഴുന്നേറ്റ് ഓടണം. വാ വാ വാ. ഭക്ഷണം കഴിക്കാനായിരിക്കും. എന്താ പോരുന്നോ? വേണ്ട, പോയി സന്തോഷമായിട്ട് കഴിച്ചാട്ടെ. അതിഥിയെ സൽക്കരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. ഓ, എന്തു പറ്റിയൊരു മാറ്റം? എന്നോട് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരുക്ക? അതിനെ ധർമ്മം ചാകണം. എന്നാ പോയി ചത്തോ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളുടെ അച്ഛനും ഇങ്ങനെയായിരുന്നോ? നടക്കാത്ത കാര്യങ്ങളെ പറയൂ. വാചകോടിയിൽ 5 പേരും ഇങ്ങനെ മത്സരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഉറക്കവിളച്ച ബുദ്ധി കുറയും. പോയി കിടന്നാട്ടെ. കിടക്കാടി, നാളെ മുതൽ ഞങ്ങൾ സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങും. ഇതേ നിന്റെ ലാസ്റ്റ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇട്ടിയേട്ടാ, എങ്ങനെയുണ്ട്? ചോദിക്കാൻ എന്നതാ, കല്യാണി എന്തുടുത്താലും നല്ല ചേലല്ലേ. ഇട്ടിയേട്ടനെ ഞാൻ സമ്മതിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ തന്നെയാ എനിക്ക് എടുത്തു തന്നത്. എങ്ങനെയാ ഇത്ര കൃത്യമായിട്ട്? എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ. അമ്പട കള്ള. എനിക്കിപ്പോ എന്താ തോന്നണമെന്ന് പറയാമോ? ഞാൻ പറയൂല. പറയിട്ടേട്ടാ. കല്യാണി എന്നെ ഇട്ടിയേട്ടാന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്താ സുഖം. എനിക്ക് എപ്പോഴും വിളിക്കണമെന്നുണ്ട്. മേരി ചേച്ചി ഉള്ളപ്പോ പറ്റില്ലല്ലോ. ഇട്ടിയേട്ടാ, എന്തോ എനിക്ക് ഇട്ടിയേട്ടന്റെ കൈ കോർത്ത് പിടിച്ചിങ്ങനെ നടക്കാൻ തോന്നുന്നു. എനിക്കും. കല്യാണി ദേ വരുന്നുണ്ട് ശവം. ഇവക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? ആ, നീ മോളും പോവാണോ? ആര് പറഞ്ഞു? അല്ല, ഒരുങ്ങി നിൽക്കുന്ന കണ്ടോണ്ട് ചോദിച്ചതാ. അയ്യോ, ഒരുങ്ങി നിൽക്കൂന്നല്ല, എന്റെ മുഖത്തിന് ഈ തിളക്കം എപ്പോഴും ഉള്ളതാ. ആ, എന്നാ ലൈറ്റ് അങ്ങ് കെടുത്ത. അവളുടെ ഒരു തിളക്കം. അതെ, എനിക്ക് ഇട്ടിയച്ചൻ കൊണ്ടുവന്ന സാരിയാ, ഒന്ന് ഉടുത്ത് കാണിക്കാന്ന് കരുതി. എന്നിട്ട് നീ എന്നെ കാണിച്ചില്ലല്ലോ. ചേച്ചിക്ക് എന്ത് കുന്തറിയാനാ? ഇട്ടിച്ചൻ അങ്ങനെയാണോ? ഫാഷന്റെ രാജാവല്ലേ. ദേ പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. പാതിരാത്രിക്ക് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. അവള് സാരി ഉടുത്ത് ഇഷ്ടപ്പെട്ടോ? ഞാൻ ശരിക്കും നോക്കിയില്ല. നിന്റെ ബന്ധുവായാലും എനിക്ക് അന്യ സ്ത്രീയല്ലേ. അന്യ സ്ത്രീകളെ നോക്കുന്നത് ശരിയാണോ മേരി? നിങ്ങൾ നാളെ രാവിലെ ഒന്ന് പള്ളി പോകും. എന്നാതിനാ? അല്ല, അവിടെ ഇരിക്കുന്ന പുണ്യാളന്റെ പ്രതിമ മാറ്റി പകരം നിങ്ങൾ നിന്നാ മതി. നാട്ടുകാരെന്ന് കാണട്ടെ. ദേ, ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്തെങ്കിലും വിഷം ചേർത്ത് നിങ്ങളെ ഞാൻ കൊല്ലും. ഓർത്തോ? കർത്താവേ, ഈ പിശാച് പറഞ്ഞ പോലെ ചെയ്യുവോ?
ഏകദേശ സമയമായി. ഇപ്പൊ തുടങ്ങും. മന്ത്രവാദി വേലുസ്വാമിയുടെ ഒരു കാര്യം ഇതുവരെ പഴിച്ചിട്ടില്ല. പക്ഷേ അവള് സാധാരണക്കാരിയല്ല. എന്ത് അവതാരായാലും ശരി, അവൾ ഇന്ന് അനുഭവിക്കും. ആദ്യം ഒരു ചെറിയ ചൊറിച്ചിൽ തുടങ്ങും, പിന്നെ സഹിക്കാൻ പറ്റാണ്ടാവും. വാ, നമുക്ക് നോക്കാം. അങ്ങനെ ഒരു പെണ്ണ് ദേഹം ചൊറിയുന്ന നോക്കി നിൽക്കുന്ന നാണക്കേടല്ലേ? നമ്മൾ ശത്രുതയോടെ നോക്കിയാ മതി, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതെ, അവള് ചിലപ്പോ സഹായത്തിന് വിളിച്ചുവന്നിരിക്കും. ആരും പോകരുത്. പോയാ ഞാൻ കൊല്ലും. പഞ്ചപാണ്ഡവന്മാരെ എതിർത്ത ഇതാ അനുഭവം ലോകത്തിനൊരു പാഠമായിരിക്കട്ടെ. കമോൺ.